എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ. 3 ഉമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ? ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനും സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടം പോലെ കാശുള്ളടുത്താണ് അവൻ. അവന്റെ സന്ധ്യയുടെ കാര്യം പറ. അല്ല, മഞ്ജുവിന്റെ വീട്ടിൽ ഒരു വകയില്ല. അല്ലാണ്ട് അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട, ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ, പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണ്ടേ? എടാ, മൂത്രം ഒഴിക്കാനുള്ള ബോട്ടിലല്ലേ ആ താഴെ വെച്ചേക്കുന്നത്? ഇതോ? പുതിയ ബോട്ടിൽ ഇന്നലെ ഇയാൾക്ക് തന്നില്ലത്. ഇത് മൂത്രം ഒഴിക്കാനുള്ളായിരുന്നോ? പിന്നെ ഞാൻ ഇതിനകത്ത് 3-4 ദിവസം കൊണ്ട് കടങ്കാപ്പി വാങ്ങിക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞിയും വാങ്ങിച്ചു. എടോ, അത് യൂറിൻ കളക്ടർ ആണ്. ഓ, അവിഞ്ഞ രൂപവും കിടിലം പേരും. യൂറിൻ കളക്ട് ചെയ്യുന്ന ബോട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല, അറിവും എനിക്കില്ല. ഞങ്ങൾക്ക് അത്ര നിർബന്ധമാണ്. ഇനി എണീറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂറിൻ ബാഗ് തരാം. ആണോ? അന്ന് 2 തരണം. പെങ്ങളുടെ 2 പിള്ളേരുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കുമല്ല, മാമന്റെ വകയായിട്ട് 2 അവർക്ക് കൊടുക്കാം. 21 വർഷമായി ഞാനിവിടെ, നിങ്ങൾ എന്റെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് പണിക്ക് പോയിട്ടുണ്ടോ? 21 വർഷത്തിന്റെ ഇടക്ക് ഒരു ദിവസം പണിക്ക് പോയിട്ട് എന്തോ സമ്പാദിക്കാനാണ്? പോണമെങ്കിൽ സ്ഥിരമായിട്ട് പോണം, അല്ലാതെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാ പറയുന്നത്. എന്നിട്ട് എന്താ നിങ്ങൾ പോകാത്തത്? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. പോകാത്ത എന്താന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പൊ പഴയ പോലൊന്നും അല്ല, ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് ഇരിക്കുവാണ് എല്ലാരും. ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു പണി പിടിച്ചെന്ന് വെക്കുക, ആ പണി പിടിക്കാൻ നേരത്ത് അയാൾ എനിക്ക് അഡ്വാൻസ് തരും. പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പൈസ ആര് തിരിച്ചു കൊടുക്കും? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ കാര്യങ്ങൾ? അത് മാത്രമോ, അങ്ങേര് ഈ പണി ആര് തീർക്കുമെന്ന് പറഞ്ഞ അയാൾ നെഞ്ചത്തിടിച്ച് കരയും. സത്യം പറഞ്ഞാൽ നിന്നെ ഓർത്തിട്ട് സ്നേഹലതെ ഞാൻ ഈ പെടാപ്പാട് പെട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് ഇത് ഈ വീട്ടിലെ ന്യായം, രഘുന്യായം. നിങ്ങൾ കേട്ടോ? ഇനി പറയുന്നോട്ടോ, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് അങ്ങനെ പോകും. ഈ വീടിനി എന്തു പോകാനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആരാ സംഭവിച്ചു മാമ? സംഭവിച്ചു. അവൻ എന്തായാലും മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് ബഹളം ലഹള ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല, എന്നാലും മാമൻ പറയാം. മാമന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. എനിക്കൊപ്പ നെഗറ്റീവ് ചിന്താഗതി മാറ്റ്, അതല്ല ഉദ്ദേശിച്ചത്. മാമ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? അവൻ എന്തായാലും മരിച്ചു, എനിക്ക് വേറൊരു കല്യാണം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. വേറെ കല്യാണം കഴിക്കാണോ ഞാൻ? അയ്യോ, ഇങ്ങനെ മുഖത്ത് നോക്കി എങ്ങനെ? എനിക്കൊരു കല്യാണം വേണ്ട, എനിക്കൊരു കല്യാണം വേണ്ട, എനിക്ക് ഇപ്പൊ ഒരു കല്യാണം വേണ്ട. ഇപ്പോഴോ? അപ്പൊ പിന്നെ എപ്പോഴും? 2 ദിവസം കഴിഞ്ഞിട്ട് മതി മാമ. അയ്യോ. അപ്പുറത്തെ സുരേഷും രമേശും ഇല്ലയോ, അവൻ കല്യാണം കഴിക്കാൻ നിൽക്കും. അവരുടെ വീട്ടിൽ ഞാൻ പറഞ്ഞ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആര് സമ്മതിച്ചു? സുരേഷ് രമേശനോട് ആയിരുന്നു താല്പര്യം, എന്നാലും